മദീനയിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിനായി ഹാജിമാരെ മക്കയിൽ എത്തിച്ചു തുടങ്ങി. 1700-ലധികം ബസ്സുകളാണ് ഇതിനായി സജ്ജമാക്കിയത്. മദീന മക്ക റോഡിലുടനീളം മൊബൈൽ വർക്ക് ഷോപ്പുകളും ആരോഗ്യ സേവന കേന്ദ്രങ്ങളും പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്. മക്കയിലേക്കുള്ള പാത പവേഡ് ബൈ ഹാജിമാർക്കും മക്കക്കാർക്കും ഒരേ ആശാ കേന്ദ്രം ഏഷ്യൻ അസീസിയ മെഡിക്കൽ സെന്റർ മക്ക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. വെള്ളിയാഴ്ച ഹജ്ജ് കർമ്മങ്ങൾ തുടങ്ങാനിരിക്കെ മുഴുവൻ ഹാജിമാരെയും മദീനയിൽ നിന്നും മക്കയിലെത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അധികൃതർ. മദീന സന്ദർശനം പൂർത്തിയാക്കിയ തീർത്ഥാടകർ കഴിഞ്ഞ ദിവസം മുതൽ മക്കയിലേക്ക് പുറപ്പെട്ടു തുടങ്ങിയിരുന്നു. ഇന്നായിരുന്നു ഏറ്റവും കൂടുതൽ പേരുടെ യാത്ര. ഹാജിമാരെ മക്കയിലെത്തിക്കാൻ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 1700-ലധികം ബസ്സുകൾ ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട്. വിദഗ്ധരുടെ നേതൃത്വത്തിൽ സാങ്കേതിക മികവും കാര്യക്ഷമതയും ഉറപ്പാക്കിയ ബസ്സുകളാണ് തീർത്ഥാടകരുടെ യാത്രക്കായി ഉപയോഗിക്കുക. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ മദീന മക്ക റോഡിലുടനീളം പ്രത്യേക ആരോഗ്യ സേവന കേന്ദ്രങ്ങളും ഫീൽഡ് ടീമുകളും മൊബൈൽ വർക്ക്ഷോപ്പുകളും 24 മണിക്കൂറും പ്രവർത്തിക്കും. ഹാജിമാരുടെ ഒഴുക്ക് വർദ്ധിച്ചതിനാൽ സാധാരണ യാത്രയുടെ ഇരട്ടി സമയമെടുത്താണ് ബസ്സുകൾ സഞ്ചരിക്കുന്നത്. രോഗികളായി മദീനയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും വരും ദിവസങ്ങളിൽ ആംബുലൻസുകളിലും മറ്റും മക്കയിലെത്തിക്കും. മുഴുവൻ തീർത്ഥാടകരെയും അറഫയിലെത്തിച്ച് ഹജ്ജ് കർമ്മത്തിൽ പങ്കാളികളാക്കുകയാണ് ലക്ഷ്യം. കേരളത്തിൽ നിന്നും സ്വകാര്യ ഗ്രൂപ്പുകളിൽ മക്കയിലെത്തി മദീന സന്ദർശനത്തിന് പുറപ്പെട്ടവരും മദീനയിലേക്ക് നേരിട്ടെത്തിയവരും കഴിഞ്ഞ ദിവസം മുതൽ മക്കയിലെത്തി തുടങ്ങിയിട്ടുണ്ട്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, മക്ക.